അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചാണ്. ഓക്കെ, ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട് കുമാരഗുരു, പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരു. ഓക്കെ, 46ാമത്തെ ക്ലാസ്സാണ്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനാണ് ഡീറ്റെയിൽസ് അറിയുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത് 1879 ഫെബ്രുവരി 17. 1879 ഫെബ്രുവരി 17. പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാല നാമമാണ് കുമാരൻ അഥവാ കുമാരൻ. പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂർ, അതേത് ജില്ലയാണ്? പത്തനംതിട്ട ജില്ലയാണ്. അച്ഛൻ്റെ പേര് കണ്ടൻ, അമ്മയുടെ പേര് ലേച്ചി, പത്നിയുടെ പേര് ജാനമ്മ. പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. കുമാരദേവൻ, അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ജനിച്ച വർഷം 1879 ഫെബ്രുവരി 17. പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാല നാമം കുമാരൻ അല്ലെങ്കിൽ കുമാരൻ. പൊയ്കയിൽ യോഹന്നാൻ്റെ ജന്മസ്ഥലം ഇരവിപേരൂർ, പത്തനംതിട്ട. അച്ഛൻ്റെ പേര് കണ്ടൻ, അമ്മയുടെ പേര് ലേച്ചി, പത്നിയുടെ പേര് ജാനമ്മ. പുലയൻ മത്തായി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ, അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെ പേര് അറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാനാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ക്രിസ്തുമതത്തിൽ ആകർഷണനായ അദ്ദേഹം ക്രിസ്തുമതത്തിൽ ചേരുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. അപ്പോൾ യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞ്. ക്രിസ്തീയ സഭകളുടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ യോഹന്നാൻ 1906 വാകത്താനത്തിനടുത്ത് വെച്ച് ആദിച്ചൻ എബ്രഹാമിൻ്റെ ഭവനത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് യോഹന്നാൻ ബൈബിൾ കത്തിച്ചു. അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച ഇടം എവിടെയെന്ന് വെച്ചാൽ വാകത്താനത്താണ്. വർഷം 1906. 1909 യോഹന്നാൻ ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നു. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധിക്കുക, കുട്ടിക്കാലം മുതലേ ക്രിസ്തുമതത്തിൽ ആകർഷണനായ അദ്ദേഹം ക്രിസ്തുമതത്തിൽ ചേരുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്ക് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ. യോഹന്നാൻ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞാണ്. ക്രിസ്തീയ സഭകളുടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ യോഹന്നാൻ 1906 വാകത്താനത്തിനടുത്ത് വെച്ച് ആദിച്ചൻ അബ്രഹാമിൻ്റെ ഭവനത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് യോഹന്നാൻ ബൈബിൾ കത്തിക്കുന്നു. അപ്പോൾ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനമാണെന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ച വർഷം 1909. അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹള ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, കൊഴിക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി ലഹള. ഓക്കെ, വെള്ളിനടി സമരം അല്ലെങ്കിൽ ലഹള. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതനെ ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ശ്രീമൂല പ്രജാസഭയിലേക്ക് യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921 31 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS രൂപം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. 1909 അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂരാണ്, തിരുവല്ല, പത്തനംതിട്ട. PRDSന്റെ മുഖപത്രമാണ് ആദ്യാർ ദീപം നിർത്തിക്കുക. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനങ്ങളാണ് അമരക്കുന്നും ഉദയംകുളങ്ങര. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അടിലഹള ഉൾപ്പെടുന്ന പ്രക്ഷോഭങ്ങളാണ് വാകത്താന ലഹള, കൊഴിക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം. ക്രൈസ്തവ ഹിന്ദുവല്ലാത്ത ദ്രാവിഡ ദളിതൻ ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്കയിൽ യോഹന്നാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1921 31 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ, തിരുവല്ല, പത്തനംതിട്ട. PRDSന്റെ മുഖപത്രമാണ് ആദ്യാർ ദീപം. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ആസ്ഥാനങ്ങളാണ് അമരക്കുന്നും ഉദയംകുളങ്ങരയെന്ന് ഓർത്തിക്കുക. അടുത്ത്, ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്.
രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് M.R. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ മരണമടഞ്ഞത് 1939 ജൂൺ 29. അപ്പോൾ ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പുകൾ വേണമെന്ന ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് M.R. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ മരണമടഞ്ഞ വർഷം 1939 ജൂൺ 29 എന്ന് ഓർത്തിക്കുക. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ INC രൂപീകരിച്ച വർഷം 1885 ഡിസംബർ 28 ആണെന്ന് പറഞ്ഞിരുന്നു. ഒരു കൺഫ്യൂഷൻ ഒരാൾ കമൻ്റ് ഇട്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, 1885 ഡിസംബർ 28 INC രൂപീകരിച്ചത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.